ജോണിൻ്റെ ഗോസ്പൽ വളരെ ഡിഫറെൻ്റാണ്. എല്ലാ കാര്യത്തിലും അത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും. യേശുവിൻ്റെ പരസ്യ ജീവിതം, സമാന്തര സുവിശേഷങ്ങൾ നമ്മൾ കാണുന്നത് ജോൺ ദ ബാപ്റ്റിസ്റ്റിൻ്റെ അറസ്റ്റിന് ശേഷമാണ്. പക്ഷേ ജോൺ അങ്ങനെയല്ല പറയുന്നത്. സ്നാപയോഹന്നാനിൽക്ക് തന്നെയാണ് പരസ്യ ജീവിതം ആരംഭിക്കുന്നത്. ഒരു ഭാഗത്ത് സ്നാപയോഹന്നാൻ സ്നാനം നൽകിക്കൊണ്ടിരുന്നപ്പോൾ മറുഭാഗത്ത് യേശു സ്നാനം നൽകി. ഇതൊരു ഈഗോ ക്ലാഷിന് കാരണമായിട്ട് മാറി. കാര്യം സ്നാപയോഹന്നാൻ ശിഷ്യന്മാർ നോക്കുമ്പോൾ ആളുകൾ കൂടുന്നത് യേശുവിൻ്റെ അടുത്താണ്. ആളുകൾ കൂടുന്നത് മാത്രമല്ല, സ്നാപയോഹന്നാൻ്റെ അടുത്തു നിന്ന് ആളുകൾ പോലും അങ്ങോട്ട് പോകുന്നുണ്ട്. അതൊരു ഈഗോ ക്ലാഷായി മാറി. സ്നാപയോഹന്നാനോടൊന്ന് കാര്യം അവതരിപ്പിക്കുകയാണ്, ഈ രീതി ശരിയല്ല, നമ്മളെക്കാളും ഒരുത്തിന് ക്രൗഡ് കൂടുന്നുണ്ട്. ഇത് സാധാരണഗതിയിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇപ്പോഴും അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ ക്രൗഡ് കൂടുന്നുണ്ട്. അത് ധ്യാന കേന്ദ്രങ്ങളായിരിക്കാം, ചില തീർത്ഥാടന കേന്ദ്രങ്ങളായിരിക്കാം, ചില പള്ളികളായിരിക്കാം. ചിലയിടത്തൊക്കെ ആൾ കൂടുതലാണ്. ഇങ്ങനെ ആൾ കൂടുമ്പോൾ ഒത്തിരി അസ്വസ്ഥരാകുന്ന മറ്റു ചിലരുമുണ്ട്. ഇങ്ങനെ ഒരു ക്രൗഡ് കൂടിയതിൻ്റെ പേരിൽ ഒരു കൂട്ടം അസ്വസ്ഥരാകുന്നു, മറുകൂട്ടം അതിൽ സന്തോഷിക്കുന്നു. ഇങ്ങനെ നിൽക്കുന്ന അവസരത്തിലാണ് സ്നാപയോഹന്നാൻ്റെ അടുത്ത് യേശു വരുന്നത്. അപ്പോൾ അവരൊന്ന് പറഞ്ഞു, ഇത് ശരിയല്ല, അവിടെ ക്രൗഡ് കൂടുന്നുണ്ട്, നമുക്ക് കാര്യങ്ങളൊന്ന് മാറ്റിപ്പിടിക്കണം. പക്ഷേ സ്നാപയോഹന്നാൻ്റെ മറുപടി വളരെ രസമാണ്. സ്നാപയോഹന്നാൻ അവൻ്റെ മുമ്പിൽ ഒരു ബോർഡ് എടുത്ത് വെച്ചിട്ടുണ്ടാകണം. കാര്യം ഇങ്ങോട്ടല്ല, ഇനി അങ്ങോട്ട് തന്നെയാണ്, നേരെ അങ്ങോട്ട് പൊയ്ക്കൂ. ഈ ക്രൗഡിൻ്റെ പിന്നാലെ പോകാത്ത ഒരു സ്നാപയോഹന്നാൻ. ക്രൗഡിൻ്റെ പിന്നാലെ പോയില്ല എന്ന് മാത്രമല്ല, അതിന് ക്ലിയർ ഡിറക്ഷൻ കാണിച്ചു കൊടുത്തു. അതാണ് ആൾ, ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, അത് അങ്ങോട്ട് പൊയ്ക്കോ. ഇതാണ് സ്നാപയോഹന്നാനെ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനാക്കി മാറ്റിയത്. കൃത്യമായി ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് അയാൾ പറഞ്ഞു, അതാണ് ആൾ, ആ ഭാഗത്തോട്ട് പൊയ്ക്കോ. അതുകൊണ്ട് ആ ക്രൗഡ് കുറഞ്ഞതിൽ അദ്ദേഹം ഒത്തിരി സന്തോഷിച്ചു. ജനങ്ങൾ സത്യം തിരിച്ചറിഞ്ഞതിൽ ഒത്തിരി സന്തോഷിച്ചു. പ്രിയമുള്ളവരെ, ചില ക്രൗഡുകളൊക്കെ കുറയുമ്പോൾ നമ്മൾ ചിലയിടങ്ങളിൽ സന്തോഷിക്കണം. കാരണം എല്ലാ ക്രൗഡും അത് ശരികൾക്ക് വേണ്ടിയുള്ള ക്രൗഡായിരിക്കില്ല. നമ്മുടെയൊക്കെ പള്ളികളിൽ ചിലപ്പോൾ ഒത്തിരി ജനമാണ്. പക്ഷേ ഈ ജനം എന്തിനു വേണ്ടിയാണ്? ഇവരൊക്കെ കൃത്യമായ സത്യം പറഞ്ഞിട്ടുണ്ടോ? ജോൺ ദ ബാപ്റ്റിസ്റ്റിൻ്റെ ഒരു പ്രത്യേകത, അയാൾ ആ വ്യക്തിയിലേക്ക് ചൂണ്ടിക്കാണിച്ചു. അതാണ് ആൾ. ഈ വ്യക്തിയിലേക്ക് നിങ്ങൾ ഫോക്കസ്ഡ് ആയിക്കോ, വേറെ ഒന്നും അല്ല, അത് തന്നെയാണ് ആൾ. ആ വ്യക്തി അതിനെ പിടിച്ചോ, അതാണ് കൃത്യ ഡയറക്ഷൻ. നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളുടെ ആൾക്കൂട്ടങ്ങളൊക്കെ ആ വ്യക്തിയിൽ ഫോക്കസ്ഡ് ആവുന്നുണ്ടോ? ക്രിസ്തു എന്ന ഒരു വ്യക്തിയിൽ ഫോക്കസ്ഡ് ആയിട്ടാണോ നമ്മുടെ ക്രൗഡൊക്കെ വരുന്നത്? അതല്ല അത്ഭുതങ്ങൾ തേടിയും അടയാളങ്ങൾ തേടിയും അന്ന് ജനക്കൂട്ടം വന്നതുപോലെയാണോ ഇന്ന് ജനക്കൂട്ടം നമ്മുടെ മുമ്പിലെത്തുന്നത്? പ്രിയമുള്ളവരെ, കുറച്ചും കൂടി നമ്മളുടെ മിനിസ്ട്രിയൊക്കെ ഒന്ന് ഓഡിറ്റ് ചെയ്യണം. നമ്മൾ എന്തിനാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്? എവിടെയെങ്കിലുമൊക്കെ അത്ഭുതം നടക്കുമെന്നറിയുമ്പോൾ, എവിടെയെങ്കിലുമൊക്കെ അടയാളം നടക്കുമെന്നറിയുമ്പോൾ ഒരു ജനക്കൂട്ടം കൂടുന്നുണ്ടെങ്കിൽ അത് ഡേഞ്ചറാണ്. അത് ക്രിസ്തു ആഗ്രഹിക്കാത്ത ഒരു ജനക്കൂട്ടമാണ്, ഒരു ക്രൗഡാണ്. ക്രിസ്തു ആഗ്രഹിക്കുന്നതും കാലഘട്ടം ആഗ്രഹിച്ചതും ആ വ്യക്തിയിൽ ഫോക്കസ്ഡായി ഉണ്ടാകേണ്ട ക്രൗഡാണ്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട പുരോഹിതരുടെയും ഉത്തരവാദിത്തപ്പെട്ട സമർപ്പിതരുടെയും ഉത്തരവാദിത്തപ്പെട്ട അൽമാരുടെയും കടമയാണ് എന്താണ് ഡിറക്ഷൻ എന്ന് ചൂണ്ടിക്കാണിക്കേണ്ടത്. നമ്മൾ വിരൽ ചൂണ്ടിക്കാണിക്കണം. ഈ അത്ഭുതങ്ങളിലോ അടയാളങ്ങളോ അല്ല നിങ്ങൾ നിൽക്കേണ്ടത്, ക്രിസ്തുവിലാണ്. ആ വ്യക്തിയിലേക്ക് ഫോക്കസ് ചെയ്യണം, കുർബാനയിലേക്ക് ഫോക്കസ് ചെയ്യണം. അങ്ങനെ ചൂണ്ടിക്കാണിക്കാത്ത, ഡിറക്ഷൻ കാണിക്കാത്ത എല്ലാ സ്പിരിച്വാലിറ്റിയും വളരെ ഡേഞ്ചറാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.